ഇതിൻ്റെ ഔദ്യോഗികമായ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഏവരെയും പരിപാടിയിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ സംസ്കാരം കൂടിയാണ്. രാഷ്ട്രീയം എന്നതൊരു വികസന സംസ്കാരമായി ചേർത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ അനുഭവ ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ. അതൊരു രാഷ്ട്രീയത്തിന്റെ നവോത്ഥാന ചരിത്രം കൂടിയാണ്. അടിച്ചമർത്തപ്പെട്ട അഗസ്ത്യന്റെ അതിജീവനത്തിന്റെ നാൾവഴികൾ കൂടിയാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രം. വൈദേശികാധിപത്യ ചെറുത്തുനിൽപ്പിന്റെ വീരേതിഹാസം ചമച്ചവർ പിന്നീട് അവരെ സാമൂഹിക നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് പരിവർത്തിപ്പിച്ച രാഷ്ട്രീയ ആദർശ വ്യവസ്ഥയുടെ നാമമാണ് മുസ്ലിം ലീഗ്. ആയുധങ്ങൾ കൊണ്ടല്ല, അക്ഷരങ്ങൾ കൊണ്ട് അരുതുകളോട് കലഹിക്കാനും വെളിച്ചത്തിന്റെ പുതിയ വഴിത്താരകൾ വെട്ടാനും കാലത്തെ പഠിപ്പിച്ചവരാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രം തുടങ്ങുന്നത്. ഇങ്ങനെ ചരിത്രം പറയാനുള്ള 73 വർഷങ്ങൾ പിന്നിടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിന സമ്മേളനവും ചരിത്രങ്ങൾ കഥ പറയുന്ന ചരിത്ര പുരുഷന്മാരുടെ ശബ്ദവീചികൾക്ക് കാതോർത്ത ഈ CH ഓഡിറ്റോറിയത്തിന്റെയും മനോഹരമായ മുസ്ലിം ലീഗ് ഓഫീസിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെയും ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ വേദിയിലുടൻ ആരംഭിക്കുകയാണ്. ഏവരെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ദേശീയ ഭാരവാഹികളുടെയും ഉന്നതാധികാര സമിതി അംഗങ്ങളുടെയും MLA-മാരുടെയും MP-മാരുടെയും എല്ലാം സാന്നിധ്യത്തിൽ ഈ പ്രൗഢമായ ഉദ്ഘാടന സ്ഥാപന ദിന സമ്മേളനത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ താഴെ ഓഡിറ്റോറിയത്തിന്റെ താഴെ ഫില്ലായി കഴിഞ്ഞാൽ ബാൽക്കണിയിൽ ഇരിപ്പിട സൗകര്യങ്ങളുണ്ട്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. ബാൽക്കണിയിൽ ഇരിപ്പിട സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്.
ഹലോ ഹലോ ചെയ് ചെയ് ഹലോ ചെയ് ചെയ് ഹലോ 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 ചെയ് ചെയ് നമ്മുടെ പരിപാടി സമാരംഭം കുറിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ MLA മാർ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ പരിപാടി സമാരംഭം കുറിക്കുകയാണ്. നേതാക്കൾ വേദിയിലേക്ക് എത്തുകയാണ്. എല്ലാവരും മീഡിയാസിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ സെൻട്രൽ റോയിൽ ഓഡിറ്റോറിയത്തിന്റെ സെൻട്രൽ റോയിൽ മീഡിയാസിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം. അഭിവന്ദരായിരിക്കുന്ന സംസ്ഥാന ദേശീയ ഉന്നതാധികാര മുസ്ലിം ലീഗിന്റെ MLA മാർ MP മാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലുള്ള ഈ പ്രൗഢമായ സ്ഥാപക ദിന സമ്മേളനത്തിന്റെയും നവീകരിച്ച മുസ്ലിം ലീഗ് ഓഫീസിന്റെ ഈ മനോഹരമായ കെട്ടിട സമുച്ചയത്തിന്റെയും ഉദ്ഘാടന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ സംസ്കാരം കൂടിയാണ്. രാഷ്ട്രീയം എന്നതൊരു വികസന സംസ്കാരമായി ചേർത്ത് വെച്ചിട്ടുണ്ട് അതിനനുഭവ ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ. ഇരുട്ടിൽ വഴിയാതെ ഉഴറിയ ഒരു സമൂഹത്തിന് വെളിച്ചത്തിന്റെ ഒരു കീറാകാശം, പ്രതീക്ഷയുടെ ഹരിതഭൂമി, കുതിപ്പുകളുടെ ജാജ്വലമായ ഭൂതകാലം, വിജയസ്മിതത്തിന്റെ വർത്തമാനം. 1948 മാർച്ച് 10 ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മദ്രാശയിലെ രാജാജി ഹാളിൽ വിളിച്ചു ചേർത്തത് ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ശില്പികളെ തന്നെയായിരുന്നു. ആ ശില്പികൾ ചേർന്ന് രൂപകൽപ്പന ചെയ്ത മഹത്തായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചരിത്രത്തിന്റെ ദശാസന്ധികൾ പിന്നിട്ട് 73 ആണ്ടുകൾ പിന്നിടുന്ന ഈ മനോഹരമായ അഭിമാനത്തിന്റെ നിമിഷത്തിലിതാ കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം അതിപ്രൗഢിയോടെ നവീകരിച്ച ഈ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം, മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിന സമ്മേളനം ഈ പ്രൗഢമായ വേദിയിൽ നടത്തപ്പെടുകയാണ്. താഴെ ഇരിപ്പിട സൗകര്യങ്ങൾ ഇല്ലാത്തവർ മുകളിലെ ബാൽക്കണിയിലെ ഇരിപ്പിടങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തരം ചരിത്രസന്ധികളിൽ പകച്ചുപോയൊരു സമൂഹത്തിന് ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവുമെല്ലാം അന്യമായ സമയത്ത് ലക്ഷ്യവും പ്രതീക്ഷയും നഷ്ടപ്പെട്ടവർക്കിടയിൽ ഈ പിറന്ന നാടിനെ സംരക്ഷിക്കാൻ സ്വന്തം മകനെ ഭാരതത്തിന് സമർപ്പണം ചെയ്ത മഹാനായി ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 73 ആണ്ടുകൾക്ക് മുന്നേ നമുക്കായി, ന്യൂനപക്ഷ പിന്നോക്ക അഗസ്ഥിത ജനവിഭാഗങ്ങൾക്കായി ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ സമർപ്പിച്ച മഹത്തായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിന സമ്മേളനത്തിലേക്കും മനോഹരമായ മുസ്ലിം ലീഗ് ഓഫീസിന്റെ ഈ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബാൽക്കണിയിൽ ഇരിപ്പിട സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ഓഡിറ്റോറിയത്തിൽ പുറകിൽ നിൽക്കുന്ന ആളുകൾ ബാൽക്കണിയിലെ ഇരിപ്പിട സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്.
യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥന. അൽ ഫാത്തിഹ. الحمدلله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس مالك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعما يكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم بارك لنا جميع أمورنا وأموالنا وأولادنا تجارتنا بركة تامة خصوصا في هذا الأمر بركة يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم اشف أمراضنا شافي الأمراض. آمين 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 برحمتك يا أرحم الراحمين. صلى الله عليه وسلم. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിന സമ്മേളന നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PKK ബാവ സാഹിബ് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നു, സാദരം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഭിവന്ദ്യനും ആദരണീയനും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നാം സ്ഥാനം നൽകിയ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരുകൾ, ബഹുമാന്യനായ ദേശീയ ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കായികമില്ലത്ത് അനുസ്മരണ സമ്മേളനം നടത്തുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തമിഴ്നാട് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രിൻസിപ്പൽ വൈസ് പ്രസിഡന്റ് മുൻ MP പ്രിയപ്പെട്ട അബ്ദുറഹിമാൻ സാഹിബ്, ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ സാഹിബ്, ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുകൾ, ദേശീയ ട്രഷറർ പ്രിയപ്പെട്ട PV അബ്ദുൽ വഹാബ് സാഹിബ് MP, മുസ്ലിം ലീഗിൻ്റെ ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അബ്ദുൽ സമദ് സമദാനി, നമ്മുടെ മുസ്ലിം ലീഗ് പാർട്ടി പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട MK മുനീർ സാഹിബ്, നമ്മുടെ പ്രിയങ്കരനായ കർമ്മകുശലനായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട KP മജീദ് സാഹിബ്, സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ MLA മാർ, പോഷ സംഘടന നേതാക്കൾ, മുസ്ലിം ലീഗിൻ്റെ കർമ്മകുശലരായ പ്രവർത്തകന്മാർ, മറ്റു ജനപ്രതിനിധികൾ, സഹോദരി സഹോദരന്മാരെ, എല്ലാ പേരുകളും പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സമയത്തിൻ്റെ ഒരു പരിമിതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട്
ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോഴിക്കോട്ടെ ഓഫീസ് അതൊരു ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഓഫീസാണ്. നിരവധിയായ സമുദായത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന തീരുമാനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ഓഫീസാണ് ഈ ഓഫീസ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഈ ഓഫീസിനെ 1962 മഹാനായ നമ്മുടെ ഹൃദയത്തുടിപ്പായിരുന്ന ദീർഘകാല മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിപ്പോന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത്. മഹാനായ തങ്ങളവറുകൾ തന്നെ ഈ ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു. അതിനിടയിൽ നമ്മുടെ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്മാരകമായി നമ്മൾ ഹാള് ഉപയോഗിക്കുകയും ചെയ്തു. ആ ഹാള് അന്ന് കോഴിക്കോട്ടെ ഏറ്റവും വലിയ ഹാളായിരുന്നു. അതാണ് CH ഓഡിറ്റോറിയം. അന്ന് വളരെയൊന്നും ഓഡിറ്റോറിയങ്ങൾ കോഴിക്കോട്ടെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. ഇന്നതല്ല, നിരവധിയായ ഓഡിറ്റോറിയങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അത് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഓഫീസായി തന്നെ വിനിയോഗിക്കാവുന്ന സാഹചര്യവും വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ബഹുമാന്യരായ നമ്മുടെ മുന്നിലിരിക്കുന്നതും പിന്നിലിരിക്കുന്നതും മുന്നിലിരിക്കുന്നതും എല്ലാം ആളുകൾ അതിനുവേണ്ടി അവിശ്രമമായി പ്രവർത്തിച്ചു. ആ കൂട്ടത്തിൽ ഓഫീസ് സ്റ്റാഫ്, അതുപോലെ തൊഴിലാളികൾ, അതുപോലെ ഇതിൻ്റെ കോൺട്രാക്ടർ തുടങ്ങിയിട്ടുള്ള എല്ലാവരും അവരവരുടേതായിട്ടുള്ള പങ്ക് നിർവഹിച്ചു. അതിൻ്റെ ഫലമായി ഇന്ന് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ അഭിമാനകരമായ അസ്തിത്വം ഉയർത്തിപ്പിടിക്കണം എന്ന് പ്രഖ്യാപിച്ച കായികമില്ലത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ഈ പതാകയുടെ വാർഷികത്തിൽ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സാധിച്ചു. അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സുമ്മ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്കെല്ലാവർക്കും സ്തുതിക്കാം. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഈ സമയത്ത് പറയില്ല. അതിന് കാരണം നമ്മുടെ നേതാക്കന്മാർക്ക് നമ്മളോട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കണമെന്ന് മാത്രമല്ല, നമ്മളൊരു തെരഞ്ഞെടുപ്പിന് അഭിമുഖമായി നിൽക്കുകയാണ്. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലും ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മുടെ മുന്നണിയും തമിഴ്നാട്ടിൽ ലീഗ് മുന്നണിയുമൊക്കെ വിജയം വരിച്ചു വരും എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. അതിനായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. ഏതായിരുന്നാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കായികമില്ലത്ത് ഈ സംഘടനയുമായി മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഏറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് സ്ഥാനാർത്ഥികളാകാൻ പോലും ആളെ കിട്ടാത്ത സാഹചര്യമുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ നിന്ന് ആ സംഘടനയെ കൈപിടിച്ചുയർത്തിയിട്ടുള്ള എല്ലാ നേതാക്കന്മാരും, അവരിൽ പലരും നമ്മളോടൊപ്പമില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ മെനയാന്ന് നമ്മുടെ ചന്ദ്രിക വാരാന്ത പതിപ്പിൽ പ്രിയപ്പെട്ട CP സീതലവി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് അവർക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു തആല പരലോകത്ത് സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നീ സമയത്ത് ഒറ്റ വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇന്നും നമുക്ക് ആവേശം പകരുന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. വാക്കുകളിൽ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കാൻ ഒരിക്കലും മതിയാവില്ല. അക്ഷരങ്ങളിൽ അത് ഒതുങ്ങില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഈ നേതാക്കന്മാർ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രിയപ്പെട്ട ബഷീർ സാഹിബ് തുടങ്ങി സമറാണി സാഹിബ് തുടങ്ങിയിട്ടുള്ള എല്ലാവരും, ഓരോരുത്തരെയും ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും എല്ലാവരെയും എല്ലാർത്ഥത്തിലും ഈ ആഹ്ലാദ മുറ്റി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ, ഈ ആവേശം മുറ്റി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്തതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ് സാഹിബ് അധ്യക്ഷ ഭാഷണം നടത്തുന്നു. സാദരം സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി. നമ്മുടെ ഈ ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ആദരണീയനായിട്ടുള്ള പ്രസിഡന്റ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ, വേദിയിലുള്ള നമ്മുടെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഓർഗനൈസിംഗ് സെക്രട്ടറി AT മുഹമ്മദ് ബഷീർ സാഹിബ്, ട്രഷറർ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൽ വഹാബ് സാഹിബ്, തമിഴ്നാട് മുസ്ലിം ലീഗിൻ്റെ പ്രിൻസിപ്പൽ വൈസ് പ്രസിഡന്റ് മുൻ MP-മായിട്ടുള്ള പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ്, പ്രിയപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുറവിത്ത് തങ്ങൾ, പ്രിയപ്പെട്ട ദേശീയ കമ്മിറ്റിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് സംബദാനി സാഹിബ്, നിയമസഭാ പാർട്ടി ലീഡർ മുനീർ സാഹിബ്, പിന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള MLA-മാർ, സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ, അതുപോലെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറിമാർ തുടങ്ങി ഒട്ടേറെ വ്യക്തികൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ദിവസമാണ്. മാർച്ച് 10 നമ്മുടെ പാർട്ടിയുടെ സ്ഥാപക ദിനം കൂടിയാണ്. ആ ദിനത്തിലാണ് നമുക്ക് നവീകരിച്ച ഈ ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞതുപോലെ 82-ൽ നമ്മൾ ഓഫീസിൻ്റെ പണി പൂർത്തീകരിച്ച് അന്ന് അഭിമന്യനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തറക്കൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ 35 വർഷത്തിന് ശേഷം ഇവിടെയുള്ള ധാരാളം പോരായ്മകളും എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. അത് പരിഹരിക്കത്തക്ക രീതിയിൽ ഒരു പുനർനിർമ്മാണം തന്നെ നമുക്ക് ഈ ഓഫീസ് മാറ്റി നല്ല രീതിയിൽ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട NV അഷറഫ്, NV അസോസിയേറ്റ്സ് ആണ് ഇതിൻ്റെ ജോലി നടത്തിയത്. 6 മാസത്തിനകമാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. കോവിഡ് കൂടി ആയതുകൊണ്ട് റോഡൊക്കെ നമുക്ക് ഇവിടെ വർക്ക് നടക്കേണ്ട വളരെ സൗകര്യമായിരുന്നു. വളരെ വേഗത്തിൽ, നമ്മൾ പ്രതീക്ഷിച്ചിലേറെ വേഗത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഒരു പൊതു തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ മുമ്പ് തന്നെ പൂർത്തീകരിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തിയത്. നമ്മളെല്ലാവിധ ആധുനിക സൗകര്യങ്ങൾക്കുള്ള ഒരു ഓഫീസായിട്ടാണ് നമ്മളിത് ക്രമീകരിച്ചിട്ടുള്ളത്. CH മുഹമ്മദ് കോയ സാഹിബ് മെമ്മോറിയൽ ഓഡിറ്റോറിയവും CD സാഹിബ് പഠന ഗവേഷണ കേന്ദ്രവും മനോഹരമായ മീറ്റിംഗ് ഹാളുകളും സാങ്കേതിക സൗകര്യം കൂടിയുള്ള ഒരു മീഡിയ സെൻറ്ററും നമ്മൾ ഈ ഓഫീസിനോടനുബന്ധിച്ച് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
വളരെ നല്ല രീതിയിൽ നമുക്ക് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഈ ഓഫീസിൻ്റെ നിർമ്മാണത്തിന് നമ്മളൊരു പണപ്പിരിവ് നടത്തിയിട്ടില്ല. വലിയ ആളുകളെ കണ്ടിട്ടോ എവിടെയും പോയി പൈസ പിരിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച പ്രവർത്തന ഫണ്ട് തന്ന് ചന്ദ്രയ്ക്ക് വീതം കൊടുത്തതിന് പുറമെ ആ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്. എല്ലാ യൂണിറ്റ് കമ്മിറ്റികളും സമാഹരിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള സംഖ്യ സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അല്ലാതെ വലിയ പണക്കാരുമായോ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് യാതൊരു പിരിവും ഇതിനു വേണ്ടി നമ്മൾ നടത്തിയിട്ടില്ല. ഈ പ്രവർത്തന ഫണ്ടിന്റെ വരവ് കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ നേരത്തെ കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പണി പൂർത്തീകരിച്ച ഈ സാഹിത്യ അടുത്ത കമ്മിറ്റിയിൽ ഇതിന്റെ കണക്ക് കൂടി അവതരിപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഒരു പെട്ടെന്നുള്ള ഒരു വാർത്തയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ നിങ്ങളോടെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടി കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി കണക്കിലെടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൽ മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ പ്രതിക്കൂട്ടിൽ കയറ്റുന്ന ഒട്ടേറെ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണപരിവ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ ഫലപ്രദമായി നേരിടാനും വരും തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് തിരിച്ചു വരാനും ഉള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണിത് എന്നുകൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്ഥാപക ദിന സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നവീകരിച്ച മുസ്ലിം ലീഗ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സ്ഥാപക ദിന സമ്മേളനത്തിന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. രാവും പകലും ഇല്ലാതെ ഓഫീസ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഠിന അധ്വാനം ചെയ്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് സാഹിബിനും നമ്മുടെ സിദ്ദീഖ് മാസ്റ്റർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ബഹുമാന്യരായ നമ്മുടെ സ്വാഗതം പ്രഭാഷണം നടത്തിയ PKK ബാബ സാഹിബ്, അതേപോലെ തന്നെ അധ്യക്ഷൻ KPA മജീദ് സാഹിബ്, മുഖ്യ പ്രഭാഷണം PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, M അബ്ദുറഹ്മാൻ കായിയുടെ അനുസ്മരണം, പ്രിൻസിപ്പൽ വൈസ് പ്രസിഡന്റ് തമിഴ്നാട് സ്റ്റേറ്റ് മുസ്ലിം ലീഗ്, NV അസോസിയേഷൻ ചെയർമാൻ NV അഷ്റഫ്, ആർട്ടിസ്റ്റ് അഷ്റഫ് സാഗർ, ET മുഹമ്മദ് ബഷീർ സാഹിബ് MP, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PV അബ്ദുൽ വഹാബ് സാഹിബ്, MP അബ്ദുൽ സമദ് സമദാനി, ഡോക്ടർ MK മുനീർ സാഹിബ്, മുനവർ അലി ശിഹാബ്, CT അഹമ്മദ് അലി, CT MLA മാർ, പോഷക സംഘടന നേതാക്കൾ, അതേപോലെ തന്നെ നമ്മുടെ KMCCയുടെ പ്രവർത്തകന്മാർ, മറ്റ് എല്ലാ ജില്ലയിൽ നിന്നും എവിടെ എത്തിയ നേതാക്കൾ, അതേപോലെ തന്നെ KMCCയുടെ പ്രവർത്തകന്മാർ, മണ്ഡലം മറ്റ് നേതാക്കൾ, MLA മാർ, MP മാർ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സന്തോഷമുള്ള ദിനമാണ്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാജ്യത്ത് പ്രവർത്തിച്ച് 73 വർഷം പൂർത്തിയാവുകയാണ്. അങ്ങേയറ്റം ആഹ്ലാദത്തോടെയാണ് നാം ഈ സദസ്സിൽ ഒത്തുകൂടിയിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഓരോ സ്ഥാപക ദിനവും നമുക്ക് ആനന്ദം പകരുന്ന
ഓർമ്മകളുടെ ദിവസം കൂടിയാണ്. കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഇരട്ടി മധുരത്തിൻ്റെതാണ്. നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരം അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. സമയബന്ധിതമായി ഈ സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഫമറ. അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ച സയ്യിദ് മുഹമ്മദ് കോയ മെമ്മോറിയൽ ഓഡിറ്റോറിയവും ഓഫീസ് മുറികളും മനോഹരവും ആധുനികവുമായ മീറ്റിംഗ് ഹാളുകളും വീഡിയോ കോൺഫറൻസ് റൂമും സീതി സാഹിബ് പഠന ഗവേഷണ കേന്ദ്രവും സാങ്കേതിക സൗകര്യങ്ങളോടെയുള്ള മീഡിയ സെന്ററുമെല്ലാം നവീകരിച്ച ഓഫീസിന്റെ പ്രത്യേകതയാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിനത്തിൽ തന്നെ ഈ സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. മഹാന്മാരായ നേതാക്കന്മാരുടെ ഓർമ്മകൾ തുടിക്കൊട്ടുന്ന ഓഫീസ് സമുച്ചയമാണിത്. സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച കായികമിരുത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുറുകെ പിടിക്കുകയും കോട്ടമില്ലാതെ കൈമാറുകയും ചെയ്ത പതാകയുടെ വാഹകനാണ് നമ്മളെല്ലാവരും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർ കാണിച്ച നിശ്ചയദാർഢ്യം ചരിത്രം നാം മറന്നു പോകരുത്. അവരെ നാം സ്മരിക്കേണ്ടതുണ്ട്. അത്രയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇവിടെ വളർത്തിയെടുത്തത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് ഒരമാനത്താണ്. ഒട്ടും പതറാതെ ഈ പതാക മുറുകെ പിടിച്ച് മുന്നേറേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. ഫാസിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒരുപോലെ മുസ്ലിം ലീഗിന്റെ തകർച്ച സ്വപ്നം കണ്ട് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ ഭാഷയിൽ അവർ ഇരുകൂട്ടരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വപ്നം മലർപ്പൊടിക്കാരെ സ്വപ്നം മാത്രമായിരിക്കുമെന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം ലീഗിനെ തകർക്കുക എന്നത് ഇവരെക്കാൾ വലിയവർ ശ്രമിച്ചിട്ടുണ്ട്. അത് നടക്കാതെ പോയിട്ടുണ്ട്. മഹാനായ നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ആ കാലഘട്ടത്തിലേക്ക് തന്നെ വയ്ക്കുമ്പോൾ അവരെപ്പോലും നമുക്ക് ഇവിടെ നേരിടാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കഠിനാധ്വാനത്തിലൂടെ ന്യൂനപക്ഷ രാഷ്ട്രീയം പറഞ്ഞും പഠിപ്പിച്ചുമാണ് പൂർവികരായ നേതാക്കൾ ഈ പാർട്ടിയെ അന്തസ്സോടെ നയിച്ചത്. ആരൊക്കെ എതിർത്താലും അവർ നയിച്ച പാതയിലൂടെ നാം മുന്നേറുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ ഭീകരവാദത്തെ ഇവിടെ നിന്നും നിഷ്കാരണം ചെയ്യുവാനും മുളയിൽ തന്നെ നുള്ളുവാനും ഇവിടെ ഉണ്ടായത് മുസ്ലിം ലീഗ് പ്രസ്ഥാനം മാത്രമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വിളിപ്പാടകലെയാണ് നാം ഇന്ന് നിൽക്കുന്നത്. വർഗീയതയും വിഭാഗീയതയും പറഞ്ഞ് കേരളത്തെ വിഭജിക്കാനാണ് CPM-ഉം BJP-യും ശ്രമിക്കുന്നത്. വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി, നാട് നന്നാകാൻ വേണ്ടി മതേതര കേരളം UDF-നൊപ്പം നിൽക്കേണ്ട സമയമാണിത്. ഐശ്വര്യ കേരളത്തിന് വേണ്ടി UDF മുന്നോട്ട് വെക്കുന്ന ജനകീയ മാനിഫെസ്റ്റോ അത് കേരളം ഏറ്റെടുക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നല്ല നാടിനും നല്ല നാളേക്കും വേണ്ടി UDF മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ രംഗത്തിറങ്ങണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കായികമിരുത്ത് ഇസ്മായിൽ സാഹിബും സീതി സാഹിബും ബാഫകിത്തങ്ങളും PPM പൂക്കായത്തങ്ങളും CH-ഉം എല്ലാം കാണിച്ചു തന്ന നേരിന്റെ രാഷ്ട്രീയത്തെ മുറുകെ പിടിച്ചുമെല്ലാം കാണിച്ചു തന്ന നേരിന്റെ മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനം നിങ്ങൾ സമർപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം നമുക്ക് വേണ്ടി ഇവിടെ നമ്മുടെ കയ്യിൽ തന്നത് മഹാനായ മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്.
അതേപോലെ തന്നെ മലപ്പുറം ജില്ല മുസ്ലിം ലീഗ് നമുക്ക് ലഭിച്ചത് മൺമറഞ്ഞു പോയ മർഹൂം അസംകുട്ടികളും കുരുക്കളുമായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ല എന്ന ആശയം കൊണ്ടുവന്ന പാങ്ങിലെ PK ബാപ്പുട്ടി സാഹിബ് ശത്രുവിന്റെ കുത്തേറ്റ് വീര മൃത്യു വരിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവിടെയുള്ള നമ്മുടെ വനിതാ സഹോദരികൾ മെമ്പർമാർക്കും അതേപോലെ തന്നെ വാർത്താ മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങളും ആശംസകളും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നാഷണൽ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യപ്രഭാഷണം നടത്തുന്നു. പ്രിയങ്കരായ ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടകൻ മഹത്തായ ഈ കർമ്മം നിർവഹിച്ച നമ്മുടെ ആദരണീയനായ നേതാവ് നമ്മളുടെയൊക്കെ കണ്ടുണ്ണി സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ബഹുമാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനായ ഖായിദെ മില്ലത്ത് അനുസ്മരണ പ്രഭാഷണം നടത്താനെത്തിയ ബഹുമാനായ അബ്ദുറഹ്മാൻ സാഹിബ്, വൈസ് പ്രസിഡന്റ് തമിഴ്നാട് സ്റ്റേറ്റ് മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. വാർത്താ മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ദീർഘമായി പ്രസംഗിക്കേണ്ട ഒരു സന്ദർഭമല്ല എങ്കിലും വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇത്. വളരെ അഭിമാനകരമായ മുഹൂർത്തം. 1921 മാർച്ച് 10 അന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ ഓഫീസ് കാലത്തിനനുസരിച്ച് നവീകരിച്ച രീതിയിൽ ഇന്ന് ബഹുമാനായ തങ്ങളവർകൾ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഇത്ര വേഗം പൂർത്തിയാക്കിയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ, അതും സാധാരണ നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്ന് പണം പിരിച്ച് വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി സമയബന്ധിതമായി അത് പൂർത്തിയാക്കി എന്നുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളിൽ നിന്ന് പ്രത്യേക അഭിനന്ദനം. അതിന് കൂടെ നിന്ന ലീഗ് ഓഫീസിലെ പ്രധാന കൈകാര്യകർത്താവ് സിദ്ദീഖും അവരൊക്കെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത് വളരെ നന്നായി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിൽ തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ ആസ്ഥാനത്ത് പാർട്ടിയുടെ നല്ല ഓഫീസ് ഉണ്ട്. പാർട്ടി പ്രവർത്തകന്മാർ കേരളം ഒട്ടാകെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള അഭിമാനകരമായ അവരുടെ സംഭാവന അർപ്പിച്ചുകൊണ്ട് ഒട്ടേറെ, ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഓഫീസുകൾ സ്വന്തമായുള്ള സംഘടന ഏത് എന്ന് ചോദിച്ചാൽ വാർത്താ മാധ്യമ പ്രവർത്തകർക്ക് നിന്നുകൊണ്ട് ഞാൻ പറയാണ്, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിരിക്കും. പ്രവർത്തകന്മാർ പാർട്ടിയെ അത്രയധികം സ്നേഹിക്കുകയും അവർ ജീവാർപ്പണം ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗ് എന്നും വളർച്ചയുടെ പാതയിലുള്ള ഒരു പാർട്ടിയാണ്, തളർച്ചയുടെ പാതയിലുള്ള പാർട്ടിയല്ല. നമ്മൾ നിൽക്കുന്ന ഈ നിമിഷം പോലും 2 സംസ്ഥാനങ്ങളിൽ ബഹുമാനപ്പെട്ട തങ്ങൾ അത് പരാമർശിച്ചു. 2 സംസ്ഥാനങ്ങളിൽ ഭരണകക്ഷിയാവാൻ വേണ്ടി പോരാടുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ബഹുമാനായ അബ്ദുറഹ്മാൻ സാഹിബും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഇവിടെ ഉണ്ട്. DMK മുന്നണിയിൽ ചേർന്നുകൊണ്ട് അവിടെ ഈ തവണ ഏതാണ്ട് ഭരണത്തിൽ വരും. ഐ എം ഹോപ്പിംഗ് ദാറ്റ് ദിസ് ടൈം ഇൻ തമിഴ്നാട് അവർ ഫ്രണ്ട് വിൽ കം ഇൻ ടു പവർ. ഈ പ്രാവശ്യം മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള സീരിയസ് ഫൈറ്റാണ്. അങ്ങനെയാണ് പ്രവചനങ്ങളൊക്കെ. കേരളത്തിൽ നമുക്കറിയാം, മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്ന ചരിത്രമേ ഉള്ളൂ. ബഹുമാനായ തങ്ങൾ അവരുടെ പ്രത്യാശ നിറവേറും. ഇടതുമുന്നണിയുടെ സ്വപ്നം
കരിയും. UDF അധികാരത്തിൽ വരും, സംശയമൊന്നും ഇല്ല. വരാൻ പോകുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അത് സംഭവിക്കും. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് BJP പയറ്റുന്ന ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം എന്ന് പറയുന്നത് ആദ്യം പ്രധാന സെക്കുലർ ഭരണകക്ഷിയെ തകർക്കുക. ബംഗാളിൽ ഇപ്പോൾ മമതയെ തകർക്കാൻ നോക്കുന്നു, ബീഹാറിൽ ജനതാദളിനെ തകർത്തു, അതുപോലെ തന്നെ UP സമാജ്വാദി പാർട്ടിയെ തകർത്തു. അതുപോലെ തന്നെ ബഹുമാനായ ബഷീർ സാഹിബിന് നല്ലപോലെ അറിയാം, അദ്ദേഹത്തോട് സംസാരിക്കാനുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാന സെക്കുലർ പാർട്ടികളെ തകർത്ത്, കോൺഗ്രസിന്റെ കാര്യം പിന്നെ പറയണ്ട, എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ തകർത്തു. പിന്നെ പ്രതിപക്ഷത്തിന് പതുക്കെ ഭരണകക്ഷിയായി മാറുക. ഈ തന്ത്രമാണ് ഇടതുപക്ഷത്തിന്റെ സഹകരണത്തോടുകൂടി കേരളത്തിൽ അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. നാണം കെട്ട തന്ത്രമാണ് അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് ഇവിടെ നടക്കില്ല. നമ്മൾ ഉണർന്നിരിക്കുക, അതുകൊണ്ട് നടക്കില്ല. ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിച്ച് പ്രധാന മതേതര കക്ഷികളെ തകർത്ത്, ആദ്യം പ്രതിപക്ഷത്ത് പിന്നെ ഭരണപക്ഷത്ത്, സംസ്ഥാനത്തെ പരിപൂർണമായും വിഭാഗീയ വർഗീയവൽക്കരിച്ച് കയ്യിലാക്കുക. ബംഗാളിൽ ഈ തന്ത്രമാണ് ഇപ്പോൾ അവർ പയറ്റുന്നത്. ത്രിപുരയിൽ പയറ്റി വിജയിച്ചത് ആ തന്ത്രമാണ്. അതാണ് UDF തകർക്കാൻ വേണ്ടി ഇപ്പോൾ ഒരേ മുദ്രാവാക്യം വിളിച്ച് ഭരണകക്ഷിയും BJPയും ഇടതുപക്ഷവും BJPയും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനായ തങ്ങൾ പറഞ്ഞു, വിഭാഗീയതയും വർഗീയതയും തീവ്രവാദവും ഈ സ്റ്റേറ്റിൽ വളരാതിരുന്നത് ഒരേ ഒരു കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് തങ്ങൾ പറഞ്ഞു. എത്ര വലിയ സത്യമാണ്! ഏത് സമയത്തും അപരിമച്ചതിൻ്റെ സമയത്തും തുടർന്നുമൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ വർഗീയതയും തീവ്രവാദ പാർട്ടികളും, പേരുകൾ പലതാണെങ്കിലും ജനിക്കുകയും മരിക്കുകയും ചെയ്ത അനവധി തീവ്രവാദ പാർട്ടികൾ ഇവിടെയും വന്നിട്ടുണ്ട്. കാലാകാലങ്ങളിൽ മാറി മാറി അതിനെയൊക്കെ ഇടതുപക്ഷം പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒന്നും വളർന്നില്ല. എല്ലാം കുത്തിയിട്ട കുരു അപ്പടി മുളക്കാതെ പോയെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ്. തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഈ പരമാർത്ഥം പറയാതിരിക്കാൻ കഴിയില്ല. മാർച്ച് 10 ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക ദിനത്തിൽ കൈതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കേരളത്തിൽ വളർത്തിയ, ഇപ്പോൾ തമിഴ്നാട്ടിലും വളർച്ചയുടെ പാതയിലുള്ള സ്വന്തം ചിഹ്നത്തിൽ 3 MP ഇന്ന് പാർലമെൻറ്റിൽ മുസ്ലിം ലീഗിനുണ്ടാവാൻ കഴിഞ്ഞുവെങ്കിൽ, CPMൻ്റെ അത്ര നമുക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ, ഒന്ന് ഔദ്യോഗികമായി തമിഴ്നാട് ജയിച്ചു വന്നുവെങ്കിൽ, അവിടെ ഈ തവണ ഭരണകക്ഷിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അഭിമാനകരമായ വളർച്ചയുടെ പാതയിലാണ് മുസ്ലിം ലീഗ്. ആ വളർച്ചയുടെ പാതയിൽ ഒരു വലിയ സംഭവം, ബാഫത്തങ്ങൾ കൈമാറിയ ഓഫീസ് നവീകരിച്ച് ബഹുമാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് കൈമാറാൻ കഴിഞ്ഞു എന്ന്, ആ പാർട്ടിയെ നമ്മുടെ പാർട്ടി സ്വത്തായി കൈമാറാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരം തന്നെയാണ്. ഞാനും അതിൽ പങ്കുചേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ശ്രാവണം. ഹതാശരായൊരു ജനതയ്ക്ക് പ്രതീക്ഷയുടെ പതാക കൈമാറിയ കൊൽമിൻ കാവലാൽ കൈതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കൈതമില്ലത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിനായി തമിഴ്നാട് സ്റ്റേറ്റ് മുസ്ലിം ലീഗ് പ്രിൻസിപ്പൽ വൈസ് പ്രസിഡന്റ് M. Abdurrahman സാഹിബിനെ സാദരം സ്വാഗതം ചെയ്യുന്നു. It is a matter of sheer honor for me to invite to commemorate കൈതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. Sir, please. Assalamu alaikum wa rahmatullahi wa barakatuh. Nahmaduhu wa nusalli ala rasulihil kareem. Respected, the most revered leader, Sayyid Haider Ali Shihab Tangal Sahib, the respected and dignified leader, Sayyid Sadiq Ali Shihab Tangal Sahib, the National General Secretary, Kunjalikutti Sahib, National Treasurer, P.V. Abdul Wahab Sahib, National Organization Secretary,
Janab E.T. Muhammad Bashir Sahib, our respected brother Sayyid Munawar Ali Shahab Tangal Sahib, our senior leader, the veteran, the speaker of our Muslim League organization, our brother Abdul Samad Samadani Sahib, and all our General Secretary K.P. Abdul Majid Sahib. There are all respected leaders and forerunners of our Muslim League organizations are in the stage and in front of me also. I would like to mention each and everybody's name, but due to the constraint of the timing available in this program, I appreciate all of your former ministers, former MLAs and present MLAs, and our respected sisters. And there are leaders putting the task for the development and upliftment of our society and community in different platforms, and other dear brothers and sisters. I take this opportunity to congratulate you all for having organized this wonderful and excellent opening ceremony of our League office in Calicut. In this juncture, I would like to convey the congratulatory message and the word of congratulations and Mabruk from our Tamil Nadu President and the National President of Indian Union Muslim League, Munirul Millat, Professor K.M. Qadar Mahidin Sahib. Please accept his congratulations and Mabruk on this auspicious day and auspicious occasion of opening ceremony. Dear brothers, Mr. Millat Muhammad Ismail, he is the State Secretary of Indian Union Muslim League Tamil Nadu, and Mr. Muhammad Al-Amin, National Assistant Secretary of MSF and the official Muslim League daily organ, Manichuda, reporter, Mr. Shahul Hamid. All these people have accompanied me to attend this wonderful function. Dear brothers, whenever we come to Kerala, we are having a unique energy mentally and physically towards the goal what we are having for the development and upliftment of the community. The way you people have organized, the way you people are forming each and every process of functions and programs are very much meritorious and very much applauded. This kind of a discipline what you have learnt, this kind of discipline what you are adopting in your day-to-day life structure is the symbolic signal and sign of Indian Union Muslim League leaders. This kind of culture has not simply come to our behaviors. Our own forefathers, our own great Muslim League leaders like Sidi Sahib, Pokar Sahib, and Abdurrahman Bafaqi Tangal Sahib, C.H. Muhammad Goya Sahib. There are so many leaders, undaunted leaders, historical leaders. You cannot compare with any other party leaders in the country. Such kind of wonderful history our leaders are having. The same kind of footsteps our present leaders also we are seeing. These leaders are giving a proper guidelines for us how to go forward, to do and put our effort in achieving all our goals in the focus of different dimensions to have community developmental and upliftmental works. Dear brothers, having this kind of infrastructure,
having this kind of facilities in this kind of cities like Kozhikode is not a simple one. The effort how you people put forward to have this kind of image and respectable structure in this area has been explained by our respected leader Haider Ali Shihab Thangal Sahib. Each and every step, this building is not simply built with the bricks, but with the built. It was organized and built with the meritorious spirit of Muslim League. It is not a simple icon of the party. It is not the simple identity of the party. It is the part, it is the structure showing the soul, showing the internal feeling and sense of feeling towards the development and upliftment of the community. This is the breath and soul of Muslim League leaders for the community works. You people are put forward. These kind of things are lesson for us, people like us. So that whenever there is a program or there is a schedule to come to Kerala, we are very much excited when the day comes to go and to see all people. Not because of attending such kind of programs, simply by seeing your flourishing faces, we are getting the spirit and merit. Alhamdulillah, Allah has given that kind of opportunity. Qaid-e-Millat Muhammad Ismail Sahib has organized and he has founded this organization. This is the day, Founders Day, Foundation Day, March 10th. Just I would like to put a small line for your remembrance. After Pakistan has gone a separate country, and national leaders, including Jawaharlal Nehru, everybody started to speak. There is no more Muslim League in this country. There is no longer a party called Muslim League in this country, in India. But there was a ferocious and undaunted leader, Qaid-e-Millat Muhammad Ismail Sahib. He has firmly decided to form, to reorganize, to restructure the organization in the name of Indian Union Muslim League. It will be alive till the last one Muslim lives in this country, India. That is the proclamation he has made. Do you know what the secrecy? He has asked the governmental people to allocate the time to convene the body in Rajaji Hall, which is belonging to the government. All government authorities were thinking, Qaid-e-Millat Muhammad Ismail Sahib is requesting to allocate the space in Rajaji Hall to convene the body of Muslim League, to diseliminate, to close the chapter of Muslim League. For that good purpose, we shall give the permission to conduct the last and final convention of the executive meeting in India, that is in Rajaji Hall. That was the thought of the government authorities. By taking that opportunity, he did not deny that. Whatever you want to comment, you can go ahead. But we need a place that to not a separate or individual property. It should be in governmental property. It should be in the governmental environment where our restructured Muslim League will come up with a new spirit, so that we have decided to have this meeting in Rajaji Hall. Government has given by expecting that it will be submerged, but contrarily and contradiction way, Qaid-e-Millat Muhammad Ismail Sahib has declared in Chennai Rajaji Hall, from today onwards, it will be Indian Union Muslim League all over the nation. It will be there for the upliftment, development of the community. It will live till Qiyamah. No one can stop its longevity. That is the declaration what Qaid-e-Millat Muhammad Ismail Sahib has proclaimed in Rajaji Hall. Alhamdulillah. After that,
the entire population, the entire people of one particular sector region, that is Kerala. You people have given that opportunity for the spirit and merit of our Qaeda Millat Sahib to lead the party with the full support, with the full dedication. As an icon of that dedication, you all people have given an opportunity of being a member of parliament 3 times for Qaeda Millat Muhammad Ismail Sahib from the state Kerala. The wonderful thing was, in the history of not India, in the history of not ASEAN continent, but the history of the whole world, in a democratic country, a candidate was selected and elected and went to parliament without stepping into that constituency lane, without asking the votes and from the electorates. He said, I will not come to the land of Kerala till the election was over, not till the election result was declared. Accordingly, he has nominated. He was very much hesitant to come and ask, give me votes, and you please exercise your franchise in my favor. He did not open his mouth. If a people of Kerala, if the people of constituency in which I will be contesting are having a confidence upon me, they will automatically select and elect. After that, I will take up that opportunity of serving the people in that constituency. No one in the world has told that is a history. Even in future, this kind of leader we will have in the whole country or the whole world. No, there is no substitute. There is no equivalence to the merit and spirit of Qaeda Millat Muhammad Ismail Sahib. Such a wonderful leader is the founder of our great Indian Union Muslim League. Muhammad Ismail Sahib, Qaeda Millat Muhammad Ismail Sahib never told this is a political simple party. He said it's a political organization. Idu or arasiyal sthabanam, arasiyal katchiyalla. He said it is not a simple political party. It is an organization. Organization means there is a discipline, there is a togetherness, there is a brotherlyhood. Each and every time we will share our ideas. We will respect the sentiments of the people. We will feel the thoughts of the people. We will have the sense of the people. By having all this kind of environment, we will decide and we will declare this is the procedure we have to follow to reach the goal in different dimensions for the development, upliftment of the community. By putting one particular event, I would like to conclude my speech. In the history, the first time when he became a member of parliament from Kerala, he went to attend the parliamentary session the first day. He was rushing up towards the parliament building. In the first step he put forward, press people have stopped him. We were looking for you only. There were so many elected members of parliament. They have all gone inside. We are waiting for one particular unique personality who has been elected by the people without expecting the presence of the candidate in the land of constituency. Such a great personality you are, you have won that constituency. In the history of the world, in the democracy, you are the first one. We would like to ask some questions. Everybody started to ask multiple questions. Qaeda Millat Sahib was telling, I am rushing up to attend the parliamentary session. Could you please ask only one question on behalf of you all? After I return from the session, you can ask multiple questions. Could you please ask only one question? One lady reporter,
she has raised her voice and she was asking. This is the very important main question and the answer what he has given we have to keep in our heart. The question was, Mr. Muhammad Ismail Sahib, you have been elected by the Kerala constituency people. You did not go for asking votes. Are you not afraid of, please listen to me, the one particular sentence. Are you not afraid of, are you not scared the people of constituency if you do not fulfill your duties properly to the expectation of your constituency people? You know what he answered? If that kind of question was asked us, simply will say, no, I will try to fulfill all the aspirations of and the expectations of the constituency people. Qaid-e Millat Muhammad Ismail Sahib has replied, yes, in Kerala constituency, I have been elected by the people. I did not go for asking votes from them. They have voluntarily come forward to select me and they have elected accordingly. I became member of parliament for that constituency. I have to fulfill the aspirations and the legitimate expectations of the people. I agree. But what did you ask? Are you not afraid of the people if you do not fulfill the aspirations and expectations of the people? Please listen to me. I am supposed to do whether I am afraid of the people of constituency or not. I am afraid of my Rabbul Alameen, Allah subhanahu wa ta'ala, whether the people will ask me or not. My Rabbul Alameen will ask. People have given that kind of assurance. People have made a kind of confidence upon you. They have selected for that particular assignment as the representative of the constituency people. You became the member of parliament. If you do not fulfill the aspirations and legitimate expectations of the people, Allah will ask me, I will be punished for that. I am afraid of that, not simply by the people. See, even at that time, he did not praise simply for the sake of political benefit. He simply did not praise any individual for getting any kind of benefit. He has expressed that he is a real Muslim and he is pure mu'min by having the taqwa, by afraid of Allah. That is the leadership of Indian Union Muslim League in the country. No other party is having such a leadership of the purity. No other party in India is having the purity or the perfection of the leadership. In its continuation, we are having, without having any break, till date, inshallah, till the date, till the day, till the minute, till the second, we reach Qiyamah. Indian Union Muslim League, the political organization in India, will prevail with the same spirit and merit in the history, inshallah. I don't want to take much of the time. Our leaders are here to give their expressions. I would like to conclude. Now we are facing assembly elections, not only in Kerala, in Tamil Nadu also. Inshallah, in Kerala, after the interval of a mere 5 years term, UDF will come to power. Our great leaders will decode the ministry of Kerala. Inshallah, Indian Union Muslim League leaders will give that kind of color and decor of the ministry in Kerala state. They will create a new history and new era in focusing the development of the state and in focusing the upliftment of our community. In the same way, in Tamil Nadu also, we are putting our exercise, we are putting our effort. You know very well, the environment and political atmosphere is completely different from Kerala.
You cannot have any kind of impression to be the similarity of Kerala with Tamil Nadu. The Tamil Nadu state geographical weightage is something different from Kerala. In Tamil Nadu, our Muslim population spread in a different scattered manner in all constituencies. No constituency is having maximum of more than 20% of the Muslim population. So even if we decide to fight in the election, to contest in the election alone, even if all community people come together to exercise their franchise in support of Muslim League, we cannot win even in one constituency in Tamil Nadu because the geographical weightage is in such a way. So we are putting our journey in in alliance led by DMK. Inshallah, this time we have been allocated 3 assembly seats to contest because under DMK leadership in that alliance, multiple parties have joined, not like before. So they are in a very difficult and a dilemma to distribute the seats to allocate all placed political parties in that alliance, so that we could not demand more than that level. The maximum of 3 seats were given, and the seats also, the constituency names were also more or less finalized. You please all do dua. All these 3 seats, all seats in Kerala, 100% result, winning result, inshallah. Allah will give us with that kind of dignity and the respect. Allah will give us such an opportunity to render the services for the development and upliftment of the community and the nation. Thanking you very much for having given me the opportunity of seeing you and attending this function. Assalamu alaikum wa rahmatullahi wa barakatuh. താങ്ക്സ്. നമ്മുടെ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കേണ്ടിയിരുന്നത് ഇന്ത്യൻ മുസ്ലിം ലീഗ് നാഷണൽ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബായിരുന്നു. തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചർച്ചയിലാണ്, എത്താൻ കഴിയില്ല എന്നറിയിച്ചിട്ടുണ്ട്. നമ്മുടെ വേദിയിൽ ഉപഹാര സമർപ്പണം നടക്കുകയാണ്. നമ്മൾ കാണുന്ന നമ്മുടെ ലീഗ് ഹൗസ് മനോഹരമാക്കി രൂപകൽപ്പന ചെയ്ത് സമയബന്ധിതമായി നമുക്കായി സമർപ്പിച്ച NV അസോസിയേറ്റ് ചെയർമാൻ NV അഷ്റഫിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്നേഹോപഹാരം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സമർപ്പിക്കുകയാണ്. സ്വീകരിക്കുന്നതിനായി NV അഷ്റഫിനെയും സാദരം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. മുസ്ലിം ലീഗിന്റെ മനോഹരമായ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ വരച്ചു വെച്ച് നവീകരിച്ച ലീഗ് ഹൗസിനെ അതിമനോഹരമാക്കിയ ആർട്ടിസ്റ്റ് അഷ്റഫ് സാഗറിന് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നു. സാദരം സ്വാഗതം ചെയ്യുന്നു. സലാല KMCC പുറത്തിറക്കിയ സൊവനീർ കയ്യൊപ്പ് എന്ന് നാമകരണം ചെയ്തിട്ടുള്ള സൊവനീർ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഡോക്ടർ PA ഇബ്രാഹിം ഹാജിക്ക് നൽകി പ്രകാശനം നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. നാസർ മാസ്റ്ററെയും സാദരം സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗ് നാഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP അഭിവാദ്യം ചെയ്യുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നമ്മുടെ നേതാവ് സയ്യിദ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുടെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ജനാബ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർ, അതുപോലെ നമ്മുടെ പ്രിയങ്കനായ ട്രഷറർ വഹാബ് സാഹിബ് ഇപ്പോൾ വളരെ നന്നായി നമ്മളോട് കായികമില്ലത്തിൻ്റെ അനുസ്മരണ സമ്മേളനം പ്രസംഗം നടത്തിയ പറഞ്ഞായ നമ്മുടെ നേതാവ് അബ്ദുറഹ്മാൻ സാഹിബ്,
I express my heartfelt congratulations for your marvelous speech. It was an in-depth memory of Qaid-e-Millat Muhammad Ismail Sahib. My hearty congratulations. അതുപോലെ നമ്മുടെ ഈ ഓഫീസ് ഇത്രയും ഭംഗിയായി നിർവഹിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്ക KP മജീദ് സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട MLA-മാർ, മറ്റ് MP-മാർ, പ്രിയമുള്ള സഹോദരിമാർ, സുഹൃത്തുക്കളെ, ദീർഘമായൊരു പ്രസംഗം ചെയ്യുന്നില്ല. അൽഹംദുലില്ലാ നമുക്ക് നമ്മുടെ ഓഫീസ് പുതുക്കി അത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ശില്പചാതുരിയും മറ്റെല്ലാ സംഗതിയും വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ ഈ ഏത് മുസ്ലിം ലീഗ് ഓഫീസിനും അതിൻ്റെ രൂപഭംഗി, അതിനേക്കാൾ വലിയൊരു ബർക്കത്ത് അല്ലാഹു തആല നൽകുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം. ആ ബർക്കത്ത് എങ്ങനെയാണ്? ഒരുപാട് പാർട്ടികളുണ്ട്, അവർക്കൊക്കെ ഓഫീസുണ്ട്. എന്നാൽ മുസ്ലിം ലീഗ് ഓഫീസ്, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, അത് മറ്റ് പാർട്ടികളുടെ ഓഫീസുമായിട്ടുള്ള വ്യത്യാസം, മുസ്ലിം ലീഗ് ഓഫീസ് ഒരു പാർട്ടി കാര്യാലയം മാത്രമല്ല, അത് അതിൻ്റെ സൈഡിലുള്ള വർക്കാണ്. മുസ്ലിം ലീഗ് ഓഫീസ് എന്ന് പറയുന്നത് ജനസേവാ കേന്ദ്രങ്ങൾ തന്നെയാണ്. അതിന് ജാലകങ്ങൾ ഏറെയാണ്. ഇഷ്ടംപോലെ പ്രകാശം കിടക്കുന്ന സുതാര്യമായ ഒരു സ്ഥാപനം. ഈ പ്രത്യേകമായ ശുപാർശക്കത്തില്ലാതെ, പാർട്ടിയുടെ ഐഡന്റിറ്റി കാർഡിലില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ആർക്കും സഹായത്തിന് വേണ്ടി കയറിവാറ്റാൻ പറ്റിയ ആസ്ഥാനമാണ് മുസ്ലിം ലീഗ് ഓഫീസ്. ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സോഷ്യൽ സർവീസ് സെൻ്ററാണ്. മറ്റ് പാർട്ടി ഓഫീസുകളെക്കാൾ മുസ്ലിം ലീഗിനെ വേർതിട്ട് നിർത്തുന്ന വ്യതിരക്തത ഇതാണ്. അങ്ങനെ ആവുകയും ചെയ്യണം. ഇവിടെ ആർക്കും പറയാം, മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തന പാരമ്പര്യം തന്നെ അങ്ങനെയായിരുന്നു. ഇവിടെ പറഞ്ഞു ബാബാസാഹിബ് തുടക്കത്തിൽ മുസ്ലിം ലീഗ് കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഈ സേവന പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ എന്നൊക്കെ ആരും ചിന്തിക്കുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ, ദയയുടെ, സംഭാവനകളുടെ ഏറ്റവും ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കിയത് ഈ സിറ്റി മുസ്ലിം ലീഗിനായിരുന്നു. അവിടെ നമ്മുടെ ഇന്ന് വരെ എല്ലാ ഓഫീസുകളും, അവിടെ എല്ലാവർക്കും കയറി വരുന്നു, അവർ പലതരം കാര്യങ്ങൾ ഇതാക്കുന്നു. അതായത് ഇപ്പോൾ എല്ലാവർക്കും കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു സ്ഥാപനമായി മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ നേതാക്കന്മാരും ശുഭാപ്തി വിശ്വാസികളായിട്ട് പറഞ്ഞു എല്ലാ വെല്ലുവിളികളെയും നേരിടുമെന്ന്. ഞാൻ വിചാരിക്കുന്നു എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള കരുത്ത് പടച്ചവൻ നൽകുന്നത് ഈ നല്ല കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണെന്ന് ആണ് എൻ്റെ വിശ്വാസം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞു, മറ്റിടത്തും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഇവിടെ അബ്ദുറഹ്മാൻ സാഹിബ് തമിഴ്നാടിനെ പറ്റി പറഞ്ഞു. മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ കൽക്കത്തയിൽ ഇന്നലെയും നമ്മൾ ഒരു ചർച്ചയുണ്ടായിരുന്നു. വെസ്റ്റ് ബംഗാളിൽ ആ ചർച്ച ഏറെക്കുറെ ഒരു പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. ആസാമിലും പോണ്ടിച്ചേരിയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അതിൻ്റെ വർക്ക് സജീവമായിട്ട് നടക്കുന്നുണ്ട്. അതിന് ചർച്ച ഇന്നും നാളെയായിട്ട് വീണ്ടും നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും അള്ളാഹു ബർക്കത്തിലാകട്ടെ. ഈ ഓഫീസ് നന്മയുടെ കേന്ദ്രമായി, നന്മ പ്രസരിപ്പിക്കുന്ന കേന്ദ്രമായി തീരുമാനം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി എല്ലാ നന്മയും നൽകുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിവാദം ചെയ്യുന്നു. സാദരം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാന്യ അധ്യക്ഷൻ മജീദ് സാഹിബ്, ഉദ്ഘാടകൻ സയ്യിദ് ശബ്ദങ്ങൾ, വേദിയിലെ സമുന്നതരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ഏറെ കാലം നമ്മൾ ആഗ്രഹിച്ച ഒന്നാണ് ഇന്ന് സഫലീകൃതമായിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാന മന്ദിരമായ CH സൗധം അത് നവീകരിച്ചുകൊണ്ട് പുത്തൻ ഭാവങ്ങളോടെ, സൗന്ദര്യത്തോടെ വീണ്ടും നമുക്ക് പ്രതീക്ഷ നൽകി പ്രവർത്തന പദത്തിലെത്തിയിരിക്കുകയാണല്ലോ. കൂടുതൽ പറയുന്നില്ല. ഏതായാലും നല്ലൊരു സുദിനത്തിൽ തന്നെ നമുക്കിതിൻ്റെ നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ സാധിച്ചിരിക്കുകയാണ്. മഹാനായ
ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ആ ഓർമ്മകൾ ഇന്നേ ദിവസം നമുക്കിടയിൽ തുടിച്ചു നിൽക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക ദിനം കൂടിയാണല്ലോ ഇന്ന്. ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി ഈ 3 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നേ നടന്നു. കഴിഞ്ഞ ഈ 72 വർഷങ്ങൾ പിന്നിട്ട് ഇന്നും ഒരു കോട്ടവും തട്ടാതെ ആ ആദർശങ്ങളുടെ വഴിയിലൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്നു. നമ്മുടെ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഈ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ വളർച്ച, ആ സാമുദായിക സൗഹാർദ്ദത്തിൽ ഊന്നിയ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ പലർക്കും അസൂയ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മെ അല്ലെങ്കിൽ സമൂഹത്തിലെ വർഗീയ ചേരിതിരിവിന് വേണ്ടി അവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സമൂഹം അവരെ ഒറ്റപ്പെടുത്തുകയാണ്. മുസ്ലിം ലീഗിനെ ഒരു വർഗീയത അല്ലെങ്കിൽ ധ്രുവീകരണം ഒക്കെ ആരോപിച്ചുകൊണ്ട് തകർക്കാൻ കഴിയുകയില്ല എന്ന് കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി മുസ്ലിം ലീഗ് തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. നമുക്കിനിയും ആ മാർഗത്തിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഖായിദ് മില്ലത്തിൻ്റെ കാലത്ത് തുറന്നു കുറിച്ച ഈ പ്രസ്ഥാനം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു. ചന്ദ്രിക 1934 രൂപീകൃതമായി 38 നല്ലൊരു പത്രമായി അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള പരിഷ്കരണങ്ങൾ ഈ ഓഫീസ് ഇവിടെ ചെയ്തതുപോലെ തന്നെ പരിഷ്കരണങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം. പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ നെറ്റ്വർക്കുകളും അതുപോലെ തന്നെ മറ്റ് സംഭവങ്ങളും പുതിയ നെറ്റ്വർക്കുകളെ ഓൺലൈൻ നെറ്റ്വർക്കുകളൊക്കെ പ്രയോജനപ്പെടുത്തി നമുക്ക് നമ്മുടെ ആശയങ്ങളെ കൂടുതൽ പ്രചരിപ്പിക്കാനും ഊട്ടിയുറപ്പിക്കുവാനും സാധിക്കണം. പ്രിൻ്റഡ് മേഖലയിൽ പ്രിൻ്റഡ് മീഡിയ രംഗത്ത് ചന്ദ്രിക ഉറച്ചു നിന്നു. അതേസമയത്ത് നമുക്കൊരു ന്യൂസ് ചാനൽ രീതിയിലേക്ക് വരാൻ പറ്റിയില്ല. എന്നാൽ പുതിയ കാലഘട്ടത്തിലെ ഓൺലൈൻ നെറ്റ്വർക്കുകളിലൂടെ നമുക്ക് നമ്മുടെ ആശയങ്ങളിൽ പ്രചരിപ്പിക്കാനും അതിൽ ഊട്ടിയുറപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെ സംവിധാനങ്ങളെ നമ്മുടെ പ്രൊപഗൻഡ രംഗത്ത് അത് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ഈ സുദിനം അതിനുള്ള ഒരു പ്രതിജ്ഞയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പുതിയ കാലഘട്ടത്തിനനുസൃതമായി നമ്മുടെ പാർട്ടിയുടെ എല്ലാ മേഖലകളിലും പരിഷ്കരണം കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള നല്ലൊരു സന്ദേശമാണ് ഈ ഓഫീസ് നമുക്ക് നൽകുന്നത്. എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി അബ്ദുൽ വഹാബ് എം പി ആശംസകൾ നേരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരണീയനായ അധ്യക്ഷൻ KP മജീദ് സാഹിബ്, നമ്മുടെ ലീഡർ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പാർലമെൻറ്റിൽ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ നല്ല നിലയിൽ ഞങ്ങൾ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും കൂടെ നടക്കാനൊക്കെ ഉണ്ടായിരുന്ന റഹ്മാൻ സാഹിബ്, വേദിയിലെ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. വളരെയധികം സന്തോഷമുണ്ട്. ഈ ദിവസം ഈ 10-ാം തീയതി തന്നെയാണ് നമ്മുടെ സംഘടന രൂപം കൊണ്ടത്. ഇന്ന് 73 വർഷങ്ങൾക്ക് ശേഷം അന്ന് 73 വർഷം കൊണ്ട് ചെയ്ത പ്രവൃത്തികൾ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ, തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അനുഭവം നമ്മുടെ മക്കൾക്കും കൂടി വേണോ എന്നുള്ള ചോദ്യചിഹ്നമാണ് എപ്പോഴുള്ളത്. ആ ചോദ്യചിഹ്നത്തിന് മറുപടി നൽകേണ്ടത് ഈ തലമുറയാണ്. ഈ തലമുറ അത് ചെയ്തിട്ടില്ലെങ്കിൽ ചരിത്രത്തോട് ചെയ്യുന്ന വലിയ അനീതിയായിരിക്കും. അന്ന് ആ കാലത്ത് 48-ല് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഉണ്ടായ സമയത്ത് നമ്മുടെയൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് അറിയാം. നിങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോയിക്കോ, ഇവിടെ സ്ഥലമില്ല എന്ന് പറയുന്ന ചുറ്റുപാടിൽ അദ്ദേഹം കൂടുതൽ പറഞ്ഞില്ല, മൗണ്ട് ബാറ്റൻ പറഞ്ഞ് നിർത്തിയതാണ്. ശേഷവും നമ്മുടെ നാട്ടിലെ പ്രധാനികൾക്കൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തങ്ങളുടെ എല്ലാ സ്വത്തുക്കളും അല്ലെങ്കിൽ എല്ലാ അധികാരങ്ങളൊക്കെ വിട്ടുകഴിയാൻ തയ്യാറായിക്കൊണ്ടാണ് അന്ന് ഇവിടെ കേരളത്തിൽ മുസ്ലിം ലീഗിന് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കും. ധാരാളം ഭീഷണികളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ആൾക്കാരൊക്കെ നേരിട്ട് പറഞ്ഞ അനുഭവം എനിക്കുണ്ട്. ഏതായാലും ഈ സമയത്ത് സംഘപരിവാർ ശക്തികൾ വളരെ ശക്തമായി 100 കൊല്ലം മുമ്പ് അവർ ആലോചിച്ച സംഗതി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രാധാന്യം നമ്മുടെ കുട്ടികളെയും വരും തലമുറയെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ഖായിദെ മില്ലത്ത് ജനിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നാഷണൽ സീനിയർ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ സമദ് സമദാനി സാഹിബ് ആശംസകൾ നേരുന്നു. വളരെ അസാധാരണത്വമുള്ള
ചരിത്രത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന, വളരെയേറെ പ്രചോദനം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഈ മഹത്തായ സമ്മേളനത്തിൽ ആധ്യക്ഷം വഹിക്കുന്ന ഈ ലീഗ് ഹൗസിൻ്റെ നിർമ്മാണ യജ്ഞത്തിന് വളരെ പ്രാപ്തമായ നേതൃത്വം നൽകിയ അഭിവന്ദനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യ സുഹൃത്ത് KPA മജീദ് സാഹിബ് അവർകളെ, സമാദരണീയനായ നമ്മുടെ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ഇവിടെ ഖായിദെ മില്ലത്ത് അനുസ്മരണം നിർവഹിച്ച എൻ്റെ ബഹുമാന്യ സുഹൃത്ത് പ്രഗത്ഭനായ മുൻ പാർലമെന്റ് അംഗം അബ്ദുറഹ്മാൻ സാഹിബ് അവർകളെ, നമ്മുടെ പാർലമെന്റിൽ ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാവലാളായ ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ് അവർകളെ, പ്രിയങ്കരനായ വഹാബ് സാഹിബ്, സ്നേഹനിധിയായ മുനവർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട PA ഇബ്രാഹിം ഹാജി സാഹിബ്, അബ്ദുൽ ഖാദിർ മൗലവി സാഹിബ്, വേദിയിൽ ഒട്ടേറെ നേതാക്കളുണ്ട്. ഞാൻ അതുപോലെ തന്നെ സദസ്സിലും നേതാക്കളാണ്. മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭ നേതാക്കളും നിയമസഭാ സാമാജികരും ഒക്കെ എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നു. ഞാൻ 2 വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. ഇത് ഒരു ഇരട്ട പ്രാധാന്യമുള്ള ദിവസമാണ് എന്ന് നമുക്കറിയാം. ഈ മനോഹരമായ ഓഫീസ് ഇന്ന് നമ്മുടെ സമുന്നതനായ നേതാവ്, കേരളീയ സമൂഹത്തിന്റെ, ഭാരതീയ സമൂഹത്തിന്റെ അഭിമാനമായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമുക്കായിട്ട് തുറന്നു നൽകി. അതിന് തെരഞ്ഞെടുത്ത ദിവസം വളരെയേറെ ഉചിതവും വളരെയേറെ ചരിത്രപ്രധാനവുമാണ് എന്നുള്ളതും നമുക്കറിയാം. മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിവസം. ഞാൻ ഓർക്കുന്നത്, കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ സമാദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നാടിനെ ഇളക്കി മറിച്ച് കടന്നുപോയ മലപ്പുറം ജില്ലയിലാണ് നടന്നതെങ്കിലും ഇന്ത്യക്ക് മുഴുവൻ ഏറ്റവും സമകാലികമായ അനുയോജ്യമായ സന്ദേശം നൽകിയ, പേരുകൊണ്ടും ഉള്ളടക്കം കൊണ്ടും അതിൻ്റെ പ്രഭാവം കൊണ്ടും പ്രഭ കൊണ്ടും നാടിൻ്റെ ഹൃദയത്തെ ഉണർത്തിയ സൗഹൃദ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ സമുന്നതനായ പ്രമുഖനായ വക്താവ് ശ്രീ തിവാരി ചെയ്ത പ്രസംഗമാണ്. അദ്ദേഹം തന്റെ പ്രസംഗം തുടങ്ങിയത് ഇന്നത്തെ ഈ മാർച്ച് 10 അനുസ്മരിച്ചുകൊണ്ടാണ്. വളരെ മനോഹരമായി അദ്ദേഹം ചെയ്ത പ്രഭാഷണത്തിൽ മുസ്ലിം ലീഗിന്റെ ആ മഹാസമ്മേളനത്തിൽ 948 മാർച്ച് 10 പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയും ഇന്ത്യൻ ഭരണഘടനയോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം മുന്നോട്ട് പോയപ്പോൾ ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ തന്നെ ഒരു ആവിഷ്കാരമാണ് ഈ രാജ്യത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർവഹിച്ചു പോന്ന ചരിത്രപരമായ കടമ എന്ന് ദിഷണാശാലിയായ ശ്രീ തിവാരി അവിടെ പ്രസംഗിച്ചത്, അത് കേട്ടവരും ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നവരും വളരെ രോമാഞ്ചത്തോടു കൂടിയാണ് കേൾക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ പ്രബുദ്ധമായ രീതിയിലാണ് അദ്ദേഹം ആ 948 മാർച്ച് 10 വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തത്. അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ സൂചിപ്പിച്ച രാജാജി ഹാളിലെ സമ്മേളനം കേവലം ഒരു സമ്മേളനമായിരുന്നില്ല, ഒരു താരാപഥം, ആകാശത്തിൽ നിന്ന് നക്ഷത്ര വ്യൂഹം രാജാജി ഹാളിൽ ഇറങ്ങി വന്ന പോലെയായിരുന്നു. അതിൽ പങ്കെടുത്തവരുടെ പേര് കേട്ടാൽ തന്നെ ഇന്ന് നാം അവരെ സല്യൂട്ട് ചെയ്തു പോകും. ലോകം മുഴുവൻ ഇന്ന് കൊണ്ടാടുന്ന ഒരു ഗസലിലെ ചുപ്കെ ചുപ്കെ രാത് ദിൻ ആസു ബഹാന യാദ് ഹേ, അതെഴുതിയ മൗലാന ഹസരത്ത് മൊഹാനി ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ലോകത്തെ പിടിച്ചു കുലുക്കിയ അത്ര വലിയ ഒരു ഗസൽ എഴുതിയ മഹാകവി മൗലാന ഹസരത്ത് മൊഹാനി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പിന്നീട് മുസ്ലിം ലീഗിന്റെ കൂടെ സഞ്ചരിച്ചില്ല, അത് മറ്റൊരു ചരിത്രമാണ്. പക്ഷേ അദ്ദേഹം ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അതുപോലുള്ള ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന
മഹാരഥന്മാർ പങ്കുകൊണ്ട ആ സമ്മേളനത്തിൽ വെച്ചാണ് മുസ്ലിം ലീഗിന് തുടക്കം കുറിച്ചത്. അത് കഴിഞ്ഞ് ചരിത്രം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ഖായിദെ മില്ലത്തിൽ നിന്ന് പ്രൊഫസർ ഖാദർ മൊഹിദ്ദീൻ സാഹിബ്, അതുപോലെ നമ്മുടെ അഭിവന്ദനായ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ എല്ലാമായ സയ്യിദ് ഹൈദർ അലി തങ്ങൾ ആ പതാക ഏറ്റുവാങ്ങിക്കൊണ്ട് ചരിത്രത്തെ അഭിവാദ്യം ചെയ്ത് നിൽക്കുന്നൊരു മുഹൂർത്തമാണ്. എപ്പോഴും ചരിത്രത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മഹാപ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്താണ് ചരിത്രം? നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോയാൽ ഈ യോഗവും ചരിത്രമാണ്. നമ്മളിപ്പോൾ വളരെ വലിയ ഘോഷത്തോടെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇന്നലകളെ പറ്റി പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ കഴിഞ്ഞു പോയ കഥയല്ലേ എന്ന്. ഈ സമ്മേളനം കഴിഞ്ഞ് നമ്മൾ ഈ പടവ് ഇറങ്ങിപ്പോകുന്നതോടെ ഈ സമ്മേളനം ചരിത്രമാവുകയാണ്. ഇവിടെ കൂടിയർ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആ നാട മുറിച്ചത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ സംസാരിച്ചത്, നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നത് ഖായിദെ മില്ലത്തിന്റെ അനുസ്മരണം നിർവഹിക്കുവാൻ ഇവിടെ എത്തിയതും ഒക്കെ ചരിത്രമാണ്. ചരിത്രം വിസ്മരിക്കപ്പെടുന്ന ഒരു കാലത്ത് ചരിത്രത്തിലെ നന്മകളെ ജീവിപ്പിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തെ തമസ്കരിക്കുന്നു, വളച്ചൊടിക്കുന്നു, പേര് മാറ്റിയിടുന്നു, അങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോഡ്സെ നഗറിൽ ആലപ്പുഴയിൽ ഒരു സമ്മേളനം ചേർന്ന സമയത്ത് ആണ് മുസ്ലിം ലീഗിന്റെ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. കൃത്യം ഒരാഴ്ച മുമ്പാണ് ഗോഡ്സെ നഗറിൽ കേരളക്കരയിൽ ഒരു വലിയ സമ്മേളനം നടന്നത്. നോട്ടീസിൽ അതാ എഴുതി വെച്ചിരിക്കുന്നു ഗോഡ്സെ നഗർ. ചരിത്രം ഇന്ന് ഇന്ത്യയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചരിത്രത്തോട് കാട്ടിക്കൊണ്ടിരിക്കുന്ന അക്രമത്തിനും അനീതിക്കും കേരളം ചിലരൊക്കെ വിചാരിച്ചു വെച്ചിട്ടുള്ളത് വളരെ വളരെ അങ്ങനെ തന്നെ മതേതരത്വത്തിന്റെ. പക്ഷേ കേരളത്തിൽ വളർന്നു വരുന്ന വിഷലിപ്തമായിട്ടുള്ള വർഗീയ ശക്തികളുടെ സ്വാധീനവും എത്രത്തോളമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ചരിത്രത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. ഈ ലീഗ് ഹൗസിന്റെ ഉദ്ഘാടനം നടന്ന ദിവസം ഞാൻ ഓർക്കുന്നു. മുറ്റത്തായിരുന്നു സമ്മേളനം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിന്റെ ആവേശകരമായ പ്രസംഗമുണ്ടായിരുന്നു. അന്നത് പരിഭാഷപ്പെടുത്തിയത് ഈ വിനീതനായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഓർമ്മയുണ്ടാകും ഈ ഹാളിന്റെ മുറ്റത്ത് നടന്ന ലീഗ് ഹൗസിന്റെ ഉദ്ഘാടനം. ഒക്കെ ചരിത്രമാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് രോമാഞ്ചമാണ്. മൗലാന അബുൽ കലാം ആസാദിന്റെ ഒരു കവിതയുണ്ട്, മേരെ നഖ്ശ തസ്വീർ കോ സറാ ഗൗർ സെ ദേഖ്. എന്റെ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, എന്റെ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. തുമേ ഇക് ദൗർ ക താരീഖ് നസർ ആയേഗാ. ആ ഫോട്ടോയിൽ നിനക്കൊരു കാലഘട്ടത്തിന്റെ ചരിത്രം കാണാൻ സാധിക്കും. ഒരു വ്യക്തി തന്നെ കുറിച്ച് പറയാണ്, എന്റെ ഫോട്ടോ നോക്ക്, അതിലൊരു കാലഘട്ടത്തിന്റെ ചരിത്രമുണ്ട്. എന്താ സംശയം? ആ ഉയർന്ന തൊപ്പി, ആ ഫ്രഞ്ച് താടി, ആ ചുരുട്ടിവെച്ച മീശ, ആ പ്രഭാവം, ആ ഉയർന്നു നിൽക്കുന്ന ശരീരം ഗാന്ധിജിയുടെ നെഹ്റുവിന്റെ കൂടെ. അതുപോലെ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ആ നരച്ച താടി രോമങ്ങളുടെ, വെള്ളി രോമങ്ങളുടെ വിശുദ്ധിയിൽ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഖായിദെ മില്ലത്തിനെ കുറിച്ച് പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. കേൾക്കാത്ത കഥകളാണ്, അല്ലെങ്കിൽ ഒരു കഥയെങ്കിലും കേട്ടവരുണ്ടാകാം. ഇന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് തന്റെ അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ചരിത്രത്തിലെ തുള്ളികളാണ്, അത് മറക്കാതിരിക്കുക. എനിക്കതിലപ്പുറം ഈ ഒരു ചരിത്ര നിമിഷത്തിൽ ഒന്നും പറയാനില്ല. ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്ത പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും ആ ചരിത്രത്തിലെ കണ്ണി തന്നെയാണ്. ചരിത്രത്തിൽ നിന്ന് വർത്തമാനകാലത്തിലേക്ക് നടന്നു വന്ന കണ്ണി. 948 മാർച്ച് 10 മുസ്ലിം ലീഗ് രൂപം കൊള്ളുമ്പോൾ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പ്രായം എത്രയായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് CP സൈദലവി ചന്ദ്രിക വാരാന്ത പതിപ്പിൽ എഴുതിയത് വായിച്ചത് ഞാൻ ഓർക്കുന്നു. ചരിത്രമാണ്, എല്ലാം ചരിത്രമാണ്. നമ്മൾ നേരം വെളുത്താ തുടങ്ങുന്നത് ചരിത്രമാണ്.
രാത്രി ഉറങ്ങാൻ പോകുന്നതും ചരിത്രമാണ്. രാവിലെ പല്ലെടുത്ത് ബ്രഷ് അല്ലെങ്കിൽ ബ്രഷ് എടുത്ത് പല്ല്. നാം നമ്മുടെ ദന്തശുദ്ധി വരുത്തുമ്പോൾ നാം 1400 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ 5 നേരം ഞാൻ നിങ്ങളോട് ദന്തശുദ്ധിക്ക് കൽപ്പിക്കുമായിരുന്നുവെന്ന് പഠിപ്പിച്ച പുണ്യ റസൂലിന്റെ ഓർമ്മകൾ പുതുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രമാണ്. പല്ല് തേപ്പ് പോലും ചരിത്രമാണ്. ചരിത്രത്തിൽ നിന്ന് വേറിട്ട് നമുക്കൊരു അസ്തിത്വമില്ല. നമ്മൾ ഒറ്റക്ക് നിൽക്കുന്നില്ല. നെഹ്റുവിൻ്റെ വാക്കുകൾ എത്ര അർത്ഥവത്താണ്. ഇന്നലെയുടെ മണിമുറ്റത്തൂടെ നടന്ന് ഇന്നിൻ്റെ പടവുകൾ കയറി നാളത്തെ മണിമാളികയിലേക്ക് കാലുകുത്തുന്നവനാണ് ഞാൻ. ഇന്നലെയുടെ മണിമുറ്റം മറക്കരുത്. നാളത്തെ മണിമാളികയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും ഇന്നലത്തെ മണിമുറ്റം മറക്കാതിരിക്കാൻ എത്ര കാലം നമുക്ക് കഴിയുന്നുവോ അത്ര കാലം നമ്മെ തോൽപ്പിക്കാൻ ഒരു ദുഷ്ടത്തിനും ഈ രാജ്യത്ത് സാധ്യമാവുകയില്ല, ഈ ലോകത്ത് സാധ്യമാവുകയില്ല. അതാണ് ചരിത്രത്തിന്റെ ഉൾക്കനം, പ്രേരണ. ആ ചരിത്രത്തെയും അതിൻ്റെ നിശ്വാസത്തെയും നിലനിർത്താൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഒരു ചരിത്ര സന്ധിയിൽ ഒരു ന്യൂനപക്ഷ സമൂഹം ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ വഹിച്ച പങ്കിനെ നിഷ്കരുണം മായ്ച്ചു കളയുന്ന ഒരു കാലത്ത്, അവരുടെ സംഭാവനകളെ ഇല്ലാതാക്കുന്ന ഒരു കാലത്ത്, തേച്ച് മായ്ച്ചു കളയുന്ന ഒരു കാലത്ത് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിന്റെ സംവിധാനം. ഇവിടെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന പ്രസംഗം അസാധാരണമായ രീതിയിലാണ് തുടങ്ങിയത്. മജീദ് സാഹിബിനെയും സിദ്ദീഖിനെയും അഭിനന്ദിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നീടാണ് വേദിയിലിരുന്നവരെ അഭിസംബോധന ചെയ്തത്. ഞാൻ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആ വാക്കുകളുടെ തുടക്കത്തെ പോലും വിനയപൂർവ്വം ആദരപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം ആ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായി കൊണ്ടാണ് മജീദ് സാഹിബ് ലീഗിന്റെ നേതൃനിരയുടെ ഒരു പ്രതീകമായി കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തതെങ്കിൽ സിദ്ദീഖ് അല്ലെങ്കിൽ സിദ്ദീഖ് മാഷ്, ഇതിനുവേണ്ടി അധ്വാനിച്ച മറ്റ് സുഹൃത്തുക്കളുടെ മുഴുവൻ ഒരു അടയാളമായി കൊണ്ടാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു അഭിനന്ദനമാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നൽകിയത്. 2 പേരെ പരാമർശിച്ചുള്ളൂ. ആ 2 പേരിൽ ആ 2 പേര് മാത്രമല്ല, ഇതിന്റെ ചുവരിൽ വിയർപ്പ് പതിപ്പിച്ച ഒരുപാട് ആളുകളുടെ വികാരങ്ങൾ ആ 2 പേരിൽ അടങ്ങിയിരിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും ചരിത്രമാണ്. ലീഗ് ഹൗസ് എന്ന് പറയുന്ന പഴയ ആ ബാഫക്കി തങ്ങളുടെ ആ പഴയ വല്യങ്ങാടിയിലെ ആ ഒരു കൂടുപോലുള്ള മന്ദിരം, അത് ചരിത്രമാണ്. അത് പകർന്നേകിയ രോമാഞ്ചത്തിൽ നിന്നാണ് ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം വളർന്നത്. അതിന്റെ കോണിപ്പടവുകൾ കയറുമ്പോൾ അകത്തൂടെ ഒരു പ്രാണൻ പെടക്കും. ബാഫക്കി തങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രം ബാഫക്കി തങ്ങളുടെ സ്മരണികയിലുണ്ട്. നമുക്ക് ചില സമയങ്ങളിൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ആ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ചരിത്രമാണ്. സൗഹൃദ സന്ദേശ യാത്രക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരുക്കിയ സാംസ്കാരിക സദസ്സിൽ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സ്വീകരിച്ച സ്ഥലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണല്ലോ. ഞാൻ അവിടെ യൂണിവേഴ്സിറ്റിക്ക് കല്ലിടുന്ന ഒരു ഫോട്ടോ അനുസ്മരിച്ചു എൻ്റെ എളിയ സംസാരത്തിൽ. വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ കല്ലിടേണ്ടത്, സ്വാഭാവികമായും CH ആണ്. CHന്റെ പേരിലാണ് ഈ ഓഡിറ്റോറിയം. ഈ ഓഡിറ്റോറിയത്തിൽ എനിക്ക് ഒരു രോമാഞ്ചജനകമായ ഓർമ്മയുണ്ട്. മദീനയിലേക്കുള്ള പാത നടന്ന സ്ഥലമാണിത് എന്ന് മിനിഞ്ഞാന്ന് സിദ്ദീഖ് മാഷ് ഈ ഓഡിറ്റോറിയത്തിന്റെ പണി നടന്നത് ഓർമ്മപ്പെടുത്തുമ്പോൾ എന്നോട് പറയുകയുണ്ടായി. മദീനയിലേക്കുള്ള പാത ഡ്രീം സിറ്റിയിൽ നടന്ന് അന്ന് മഴ പെയ്ത് പെട്ടെന്ന് 10,000 ആളുകൾക്ക് പെട്ടെന്ന് അത് നിർത്തിവെക്കേണ്ടി വന്നപ്പോൾ എത്രയും പെട്ടെന്ന് ലീഗ് ഹൗസിലെത്തൂ എന്ന് അവിടെ നിന്ന് അനൗൺസ് ചെയ്ത് ആ നിർത്തിവെച്ച പ്രഭാഷണം നേരെ ഡ്രീം സിറ്റിയിൽ നിന്ന് മാറ്റിയത് ഈ ലീഗ് ഹൗസിലെ ഈ മന്ദിരത്തിലേക്കാണ്. അങ്ങനെ പരിശുദ്ധ റസൂലിന്റെ പ്രകീർത്തനം സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഈ ഹാളിൽ നടക്കുകയുണ്ടായി. എന്നെ അത് ഓർമ്മപ്പെടുത്തിയ ആ സമയത്തെ ഞാൻ നന്ദി പറയുകയാണ്. ഈ രീതിയിലുള്ള ആ കാലഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ CH സർവകലാശാലയ്ക്ക് കല്ലിട്ടതിൽ അസ്വാഭാവികതയില്ല. പക്ഷെ അവിടെ ഒരു കറുത്ത കോട്ടുകാരൻ തലേക്കെട്ട് കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു CHന്റെ അപ്പുറത്ത്. അത് അസ്വാഭാവികമാണ്. കോളേജ് ക്യാമ്പസുകളെ അക്കാദമികവൽക്കരിക്കേണ്ട മുദ്രാവാക്യം മുഴങ്ങുന്ന ഒരു കാലത്ത്, സർവകലാശാലകൾ കേരളത്തിൽ വലിയ ചർച്ചയാവുന്ന ഒരു കാലത്ത്, സർവകലാശാലകളുടെ അക്കാദമിക വിരുദ്ധ നടപടികൾക്കെതിരെ അതിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ യുവജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു കാലത്ത്,
അഭ്യസ്ത വിദ്യർ തൊഴിലിന് വേണ്ടി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉരുണ്ട് സത്യാഗ്രഹം ചെയ്തൊരു കാലത്ത് പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കേണ്ട വിജ്ഞാനത്തിന്റെ കവാടങ്ങൾ തുറന്നിടേണ്ട സർവകലാശാലകൾ ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ കോട്ടക്കൊത്തളങ്ങളായി മാറുന്ന ഒരു കാലത്ത് ആ വലിയ നീളം കുപ്പായമിട്ട് അതിൻ്റെ മേൽ കറുത്ത കോട്ടിട്ട നിലാവ് പോലെ പുഞ്ചിരി തൂകി നിൽക്കുന്ന ബാഫയ്ക്ക് തങ്ങളുടെ മഹാസാന്നിധ്യം ചരിത്രമാണ്. കേവലം ഒരു ചരിത്രമല്ല, പ്രേരിപ്പിക്കുന്ന ചരിത്രമാണ്. അതുപോലെയുള്ള ചരിത്രത്തെ പുനർജനിപ്പിക്കണം, അതുപോലുള്ള ചരിത്രത്തെ പുനരുജ്ജീവിപ്പിക്കണം. അതിനായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ പ്രതിജ്ഞ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കത്ത് നിൽക്കുന്ന കേരളത്തിന് ആ ചരിത്രത്തിലെ സുഹൃതങ്ങൾ, ചരിത്രത്തിലെ നന്മകൾ അതൊക്കെ പകർന്നേകുന്ന ഒരു കാലം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കതിന് കിനാവ് കാണാനേ കഴിയൂ. 1958 ഫെബ്രുവരി 22 ശേഷം ഒരിക്കൽ നെഹ്റു മൗലാന ആസാദിന്റെ വീട്ടിലെത്തി. ഞാനൊരു ചരിത്രം ഓർത്തു പോവുകയാണ്. ആസാദ് മരിക്കുന്നത് ഫെബ്രുവരി 22-നാണ്. അവിടെയുള്ള അറ്റൻഡർമാരെ വിളിച്ചുണർത്തി, വാ, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അവർ നെഹ്റുവിന്റെ കൂടെ പോയത് ജാമാ മസ്ജിദിന്റെ മുറ്റത്തേക്കായിരുന്നു. അതിന്റെ വളപ്പിലാണ് മൗലാന അബുൽ കലാം ആസാദിന്റെ ഖബറിടം. നെഹ്റു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആ ഖബറിങ്കൽ പോയി നിന്ന് കരഞ്ഞു. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയുടെ കാലമാണത്. പിന്നീട് ദിവസങ്ങളോളം അദ്ദേഹം ആ പതിവ് തുടർന്നു. അവിടുത്തെ ജീവനക്കാർ പറയുമായിരുന്നത്രേ, ഉറങ്ങണ്ട, കുറച്ചുകൂടി കാത്തു നിൽക്കൂ, പണ്ഡിറ്റ്ജി എപ്പോഴാണ് വരിക എന്നറിയില്ല. ദുഃഖവും വിഷമവും വരുമ്പോൾ മൗലാനയുടെ ഖബറിങ്കൽ കരയാൻ വരൂ. അതൊരു വിദ്യാഭ്യാസ മന്ത്രിയുടെ മരണത്തിൽ ദുഃഖിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കഥനമായിരുന്നില്ല, അനുശോചനമായിരുന്നില്ല, ഒരു സംസ്കാരത്തെ ആദരിക്കലായിരുന്നു. ഇന്ത്യയുടെ ബഹുസ്വരതക്കുള്ള ഒരു അഭിവാദ്യമായിരുന്നു. ചരിത്രത്തിന്റെ പുളകങ്ങളായിരുന്നു അതെല്ലാം. അവിടുന്ന് പോയി ഇന്ന് ഡൽഹിയിലെ പഴയ റോഡുകൾക്ക്, ഇവിടെ ബഷീർ സാഹിബുണ്ട്, എവിടെയൊക്കെ പഴയ വല്ല ചരിത്രത്തിലെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരുടെ പേരുണ്ടോ തേച്ച് മായ്ച്ച് റോഡുകളുടെ പേരുകൾ പോലും മായ്ച്ചു കളയുകയാണ്. ഒരു പേര് പോലും അവശേഷിക്കരുത്. പക്ഷേ സംസ്കാരത്തെ അങ്ങനെ തുടച്ചു നീക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ജീവിക്കേണ്ടത് ജീവിക്കുക തന്നെ ചെയ്യും. സിയച്ചിന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, താഴേക്ക് തള്ളും തോറും സ്പ്രിംഗ് പോലെ മുകളിലേക്ക് തിരിച്ചടിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനമെങ്കിൽ, ഈ രാജ്യത്തെ കെട്ടിപ്പടുത്ത സംസ്കാരങ്ങളും ഈ രാജ്യത്തിലേക്ക് ഒഴുകി വന്ന നന്മയുടെ അരുവികളും ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിന് ചരിത്രത്തെ പറ്റിയുള്ള ബോധം നമുക്കുണ്ടാകട്ടെ. ആ ചരിത്രത്തോടൊപ്പം നടക്കാൻ നമുക്ക് സാധിക്കട്ടെ. ചരിത്രത്തിൽ നിന്ന് നാം നമ്മെ കണ്ടെത്തുക, നമ്മെ തന്നെ തിരിച്ചറിയുക. അങ്ങനെ പുതിയൊരു ചരിത്രം നിർമ്മിക്കാൻ ഈ ലീഗ് ഹൗസിന്റെ നിർമ്മാണം, ഇവിടെ KM സാഹിബിന്റെ പേരിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തെ പറ്റിയും മജീദ് സാഹിബ് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. അതിലൂടെയെല്ലാം പുതിയ ഒരു ചരിത്രത്തിലേക്ക് കടന്നു കയറുന്ന നക്ഷത്ര സമാനമായ ഒരു ഭാവി കാലത്തിന്റെ പുനർജനി ഇന്ന് ഈ ഹാളിൽ സംഭവിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സന്തോഷത്തിൽ എൻ്റെ എളിയ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട സഹോദരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, സർവശക്തൻ ഇതൊരു നല്ല പ്രവർത്തനമായി റബ്ബ് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച്, ഇതിനിടയിൽ നമ്മിൽ നിന്ന് വിയോഗം ചെയ്തു പോയവർക്ക് അവൻ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ അവസാനിക്കും. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി. ബഹുമാനരായ അധ്യക്ഷൻ KP മജീദ് സാഹിബ്, ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് അനി സാഹിബ്, PT മുഹമ്മദ് ബഷീർ സാഹിബ്, അബ്ദുറഹ്മാൻ MP സാഹിബ്, PA ഇബ്രാഹിം ഹാജി സാഹിബ്, ബാബ സാഹിബ് അടക്കമുള്ള ഈ വേദിയിലും സദസ്സിലും
ഇവിടെ സന്നിധരായ മുസ്ലിം ലീഗിൻ്റെ സമുദ്രായ നേതാക്കളെ, MLA മാർ, വനിതാ ലീഗ് നേതാക്കൾ, യൂത്ത് ലീഗിൻ്റെ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ, സത്യത്തിൽ കുറച്ച് അസൂയയോട് കൂടിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഞാനും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഫിറോസ് അടക്കമുള്ള യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ കുറച്ച് കാലം മുമ്പാണ് അപ്പുറത്ത് മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ ഒരു ആസ്ഥാനത്തിന് തറക്കല്ലിട്ടത്. ആ തറക്കല്ലിട്ട് ഉറങ്ങി നേരം പുലരുന്നതിന് മുന്നേ മുസ്ലിം ലീഗിന് വലിയൊരു ഓഫീസർ ഉണ്ടായി എന്നുള്ളതാണ്. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മജീദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കാണിച്ച ഒരു വലിയ അവസരം കൂടിയായിരുന്നു അത്. അദ്ദേഹത്തെ പ്രത്യേകം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്ന് ഒരു പ്രമുഖ പത്രത്തിൻ്റെ ലേഖനത്തിൽ ആ ലേഖനം അവസാനിക്കുന്നിടക്ക് എടുത്ത് ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. 1948 മാർച്ച് 10 മുസ്ലിം ലീഗ് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് രൂപീകരിച്ച ലീഗ് ഇവിടെ ഇല്ലാതായി. ആ ലീഗ് ഇവിടെ ഇല്ല, അതിൻ്റെ നിഴൽ മാത്രമേ ഉള്ളൂ. ആ നിഴലിന് ഇനി എത്ര കാലം ആയുഷെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം അതിലുണ്ട്. പക്ഷെ എനിക്കവിടെ പറയാനുള്ളത്, ഇത് നിഴൽ തന്നെയായി 73 വർഷം ഇവിടെ നിന്നു എന്നുള്ളതാണ്. ആ നിഴലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെയിൽ തട്ടാതെ നമ്മൾ ഇവിടെ വാടാതെ നിന്നത് എന്നുള്ളത് അവർ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ആ നിഴലിൽ നിന്നുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായത്, കേന്ദ്രത്തിലൊരു കേന്ദ്രമന്ത്രി ഉണ്ടായത്. മാത്രമല്ല, കേരളത്തിൻ്റെയും ഇന്ത്യയിലെയും ന്യൂനപക്ഷ സമൂഹത്തിന് ഒരു അഡ്രസ്സ് ഉണ്ടാക്കാൻ അഭിമാനത്തോടു കൂടി ഇവിടെ ജീവിക്കാനും കഴിഞ്ഞത് ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായതാണ്. ആ അതിന് നിഴൽ മാത്രം മതി. നമുക്ക് ഇനിയും എത്രയോ വർഷങ്ങൾ, നൂറ്റാണ്ടുകളോളം കാലം ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നിഴൽ മാത്രം മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഈ ഒരു ചടങ്ങിൽ നടന്നുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും എല്ലാവർക്കും വേണ്ടി ഞാൻ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അതുപോലെ ഇവിടെ മജീദ് സാഹിബ് സൂചിപ്പിക്കേണ്ട നമ്മുടെ 3 സംസ്ഥാന ഭാരവാഹികൾ നമ്മിൽ നിന്ന് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. ചെറുക്കുളം അബ്ദുള്ള സാഹിബ്, അതുപോലെ C മോയിൻകുട്ടി സാഹിബ്, MA തങ്ങൾ. ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് മാഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ചന്ദ്രിക ഡയറക്ടർ ഡോക്ടർ D. ഇബ്രാഹിം ഹാജി ആശംസകൾ നേരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദു വനസ്സല്ലി അലാ റസൂലിൽ കരീം. അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മജീദ് സാഹിബ്, സ്വാഗതമോദിയ ബാബ സാഹിബ്, പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, ഈ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ എല്ലാം ആത്മീയ നേതാവായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ മുസ്ലിം ലീഗിനെ നയിക്കുന്ന പ്രിയപ്പെട്ട PK കുഞ്ഞാലി സാഹിബ്, പാർലമെൻറ്റിൽ മുസ്ലിങ്ങൾക്ക് ഒരാവേശമായി ഉള്ള ET മുഹമ്മദ് ബഷീർ സാഹിബ്, PV അബ്ദുൽ വഹാബ് സാഹിബ്, തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ സാഹിബ്, മറ്റു എൻ്റെ സ്റ്റേജിലും മുമ്പിലുമുള്ള MLA മാർ, മറ്റ് നേതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംവിധായകൻ സാഹിബ് പറഞ്ഞതുപോലെ ചരിത്രം ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഒരു ശുഭമുഹൂർത്തത്തിലാണ് നാം എല്ലാം കൂടെ ഹാജരായിട്ടുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുഖ്ലിസീങ്ങളായ നേതൃത്വമായിരുന്നു ഈ 73 വർഷമോ അതിനുണ്ടായത്. ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ഞാൻ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയ ഉമ്മയുടെ ചരിത്രമായി പറയുന്നവരും ഉണ്ട്. അതുപോലെ പരിശുദ്ധരായ നേതാക്കളായിരുന്നു ഇത്രകാലം അതിനെ കൊണ്ടു നടന്നത്.
പാണക്കാട് കുടുംബത്തിൻ്റെ നേതൃത്വം ഇപ്പോൾ ഈ പ്രസ്ഥാനത്തെ വളരെയധികം ആത്മീയമായും മറ്റെല്ലാ തരത്തിലും നേതൃത്വം നൽകിക്കൊണ്ട് നയിക്കുകയാണ്. ഈ പുതുക്കിയ ഭവനം വാസ്തവത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസരിപ്പും ഊർജ്ജസ്വലതയും നമുക്ക് നൽകുന്നു. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ KMCC, അതിൻ്റെ പോഷക സംഘടനയായ KMCC ഈ അറബിക്കടലിലെ ഓളങ്ങളിലെത്തുന്ന എല്ലാ തീരങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി. UAE ഗവൺമെൻറ് സാമൂഹിക സേവനം, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് നടത്തിയ അതിശയകരമായ സേവനത്തിന് വലിയ അംഗീകാരം നൽകുകയും UAE ഗവൺമെന്റിന്റെ റിക്കാർഡുകളിൽ പ്രശസ്ത സേവനം വഹിച്ച സംഘടനയായ KMCയെ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അത് വാസ്തവത്തിൽ നമുക്കെല്ലാം അഭിമാനിക്കാം. ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും ഈ പ്രസ്ഥാനത്തിൻ്റെ ത്യാഗോജ്വലമായ സേവന പാരമ്പര്യം അവിടെയുള്ള പ്രവാസികളും ഇന്ന് കയ്യിലേന്തി നടക്കുകയാണ്, മനസ്സിലേന്തി നടക്കുകയാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. KMC നേതാക്കളായ യഹിയ തലങ്കര ഇവിടെയുണ്ട്, മുഹമ്മദ് ഗുഡ് സാഹിബ്, ഷഫുദ്ദീൻ സാഹിബ്, ഇബ്രാഹിം മലയേട്ടിൽ എല്ലാം ഇവിടെ ഞാൻ കണ്ടു. വളരെ സന്തോഷം തോന്നുന്നു. പ്രവാസികളുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ മാത്രം ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMS സലാം സാഹിബ് ഈ പ്രൗഢമായ സംഗമത്തിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറെ പ്രസക്തവും പ്രാധാന്യവുമുള്ള ഒരു സുദിനം, അതോടൊപ്പം തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്ന നമുക്ക് ഇത് വളരെയേറെ സന്തോഷകരവും അഭിമാനകരവുമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങിൽ സംബന്ധിച്ച ബഹുമാന്യരായ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആദ്യമായി ഈ നവീകരിച്ച മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഓഫീസിൻ്റെ പൂർത്തീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കി ഇന്നത്തെ ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയ പാർട്ടി ജനറൽ സെക്രട്ടറിയും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ KPA മജീദ് സാഹിബിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് ബഹുമാന്യരായ നേതാക്കൾ ഇവിടെയുണ്ട്. ബഹുമാന്യരായ ദേശീയ ജനറൽ സെക്രട്ടറി മുഖ്യപ്രഭാഷണം നിർവഹിച്ച PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഖായിദ മില്ലത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തിയ തമിഴ്നാട് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രിൻസിപ്പൽ വൈസ് പ്രസിഡന്റ് മുൻ MP M അബ്ദുറഹ്മാൻ സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി അംഗമായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് സാഹിബ്, ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് MP അബ്ദുസമ്മദ് സമദാനി സാഹിബ് ex-MP, ഡോക്ടർ MK മുനീർ സാഹിബ്, PA ഇബ്രാഹിം ഹാജി, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങി ഈ സാന്നിധ്യം കൊണ്ടും പ്രഭാഷണം കൊണ്ടും നമ്മെ അനുഗ്രഹിച്ച സ്വാഗതം ആശംസിച്ച PKK ബാവ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ചടങ്ങിൽ സംബന്ധിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളായ അബ്ദുൽ ഖാദർ മൗലവി, അബ്ദുറഹ്മാൻ കല്ലായി, GPM സാഹിർ സാഹിബ്, CP ബാവാജി, CAMA കരീം, KS ഹംസ സാഹിബ്, ആബിദ് ഹുസൈൻ തങ്ങൾ MLA, KM ഷാജി MLA, അബ്ദുറഹ്മാൻ രണ്ടത്താനി, ഭീമാപ്പള്ളി റഷീദ്, CP ചെറിയ മുഹമ്മദ്, MLA മാരായ അഡ്വക്കേറ്റ് PK അബ്ദുറബ്ബ്, PK ബഷീർ, MC ഖമറുദ്ദീൻ, P ഉബൈദുള്ള, KN ഖാദർ, മറ്റ് പോഷക സംഘടനാ ഭാരവാഹികൾ, KMCC നേതാക്കന്മാർ,
പത്രപ്രതിനിധികൾ, മറ്റ് സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് യോഗം അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി. താങ്ക് യു. ഒരു പ്രത്യേക അറിയിപ്പുള്ളത്, നമ്മുടെ ലീഗ് ഹൗസിന് സമീപത്ത് പാർക്ക് ചെയ്തിട്ടുള്ള